ഇസ്ലാമിക ദഅവത്ത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നോക്ക്, AP ഉസ്താദിന്റെ പ്രസംഗം കേട്ട് ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പേരോടിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ? നേരെ മറിച്ച് സാക്കിർ നായിക്, അഹമ്മദ് ദീദാർ, ലോകപ്രസിദ്ധമായ പല ആളുകൾ, എം അക്ബർ സാഹിബ്, അവർക്കൊക്കെ എതിരെ കുതിര കയറുകയാണ് AP സുന്നികൾ ചെയ്ത്. സാക്കിർ നായിക്കിന് അറിയാത്ത അമുസ്ലിങ്ങളുണ്ടോ? അവര് പോലും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടു അല്ലേ? സാക്കിർ നായിക്കും രവിശങ്കറും നടന്ന ബാംഗ്ലൂരിലെ വാദപരിവാദത്തിൽ രവിശങ്കർ പറഞ്ഞു, സാക്കിർ നായിക്, ഞാൻ നിങ്ങളെപ്പോലെ പഠിച്ച ആളല്ല, നിങ്ങൾ ആലിമാണ്, നിങ്ങൾ മഹാ അറിവിന്റെ സാഗരമാണ്, നിങ്ങളുടെ അറിവിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി എന്ന് ലോകത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ക്രിസ്തീയ പണ്ഡിതന്മാരെ മുട്ടുമടക്കിയ സാക്കിർ നായിക്കിനെ കുറിച്ച് AP സുന്നിയിലെ ഒരു ഈർക്കൽ പോലത്തെ മുസ്ലിയാർ പറയുന്നത് നിങ്ങൾക്ക് ഇവർ ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടില്ല. ഇവിടുത്തെ എല്ലാ സുന്നി കുടുംബത്തിൽ അത്യാവശ്യം പഠിക്കുന്നേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെയുള്ള പീസ് ചാനൽ കാണുന്ന സകല മനുഷ്യരും സ്നേഹിക്കുന്ന സാക്കിർ നായിക് ഹമുക്കാണത്രേ, വിഡ്ഢിയാണത്രേ. നിങ്ങൾ ആലോചിക്കണം, അതൊരു AP സുന്നി ഇത്തിരി പോകുന്നൊരു പയ്യൻ, ഇൽമിന്റെ വടിവാതിൽക്കൽ കണ്ടിട്ടില്ലാത്ത ഒരു മുസ്ലിയാരിറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേൾക്കി. ഇത് തെളിച്ചം മാസികയാണ്. ഈ തെളിച്ചം മാസികത്തിൽ ഒരു ചോദ്യം, സ്ത്രീയും ഹിജാബും ചോദ്യമാണ്. ഇതിന് ഉത്തരം കൊടുക്കുന്നത് ആരാണ്? സാക്കിർ നായിക് എന്ന് പറഞ്ഞ ഹംക്കാണ്. കുറ്റിപ്പുറം വാദിനൂർ സമ്മേളനത്തിൽ വന്ന് ആ സമ്മേളനത്തിൽ മാനം കെടുത്തിയത് ആ ഹംക്കല്ലേ? ആ വഹാബിയാണ് തെളിച്ചം മാസികയിൽ ഉത്തരം കൊടുക്കുന്നത്. ഇങ്ങനെ വഹാബിസത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി ഹുദവി എന്ന് പറഞ്ഞാൽ അത് ഖദീരിയാക്കളുടെ പേര് പോലെയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സാക്കിർ നായിക്കിനെ ബഹുമാനിക്കാത്ത അമുസ്ലിങ്ങൾ പോലും ഇല്ല. സാക്കിർ നായിക്കാരാ മുജാഹിദിന്റെ മണ്ഡലം പ്രസിഡന്റാ? പിന്നെ എന്തോ അവന് പ്രയാസം ഉണ്ടായത് അറിയോ? അതോട് മനസ്സിലാക്കണോ? ചെടാരി സമ്മേളനത്തിലും സുന്നി സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിച്ചു ബോംബെയിൽ വെച്ച്. സ്ത്രീകൾക്ക് ഒരു ഹിന്ദു പെൺകുട്ടി, അതെന്താ ആ പെൺകുട്ടിയുടെ ചോദ്യം തന്നെ എന്താ അറിയോ? ഇസ്ലാം തുല്യ അവകാശം നൽകുന്നുണ്ടല്ലോ എല്ലാവർക്കും, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇസ്ലാം ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നില്ല? അപ്പൊ സാക്കിർ നായിക്ക് തെളിവുദ്ധരിച്ച് സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്ത മത ഇസ്ലാം, അവർക്ക് പള്ളിയിൽ പോകാൻ സ്ഥാപിച്ചു. അതുകൊണ്ടാ വഹാബിയായത്. ഖുർആനും സുന്നത്തും പറയുന്നവനൊക്കെ വഹാബി, പിന്നെയോ ഇബ്ലീസിന്റെ തത്വം പറയുന്നവനൊക്കെ സക്കാഫി. മറ്റേതൊക്കെ വഹാബി, മറ്റേതൊക്കെ സക്കാഫി. അങ്ങനെയുണ്ട്. സാക്കിർ നായിക്കിന് വരെ ഇവർക്ക് ഇൽമിനോട് സ്നേഹമുണ്ടോ? സാക്കിർ നായിക്കിന്റെ മെമ്മറിയിലെ 200 കോടി ബൃഹത് ഗ്രന്ഥങ്ങളുടെ വിജ്ഞാനം ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള മനുഷ്യ തലച്ചോറിൽ സാക്കിർ നായിക്കിന്റെ മെമ്മറി സമസ്ത രൂപപ്പെട്ട കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ അവരുടെ പണ്ഡിതന്മാർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ആ നോളജ് ഉള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഒരു മനുഷ്യൻ നിങ്ങൾ സംസാരിക്കുന്നവർക്ക് മുസ്ലിങ്ങൾക്ക് മനസ്സിലായാലുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് തന്നെ മനസ്സിലായല്ലോ. എന്നിട്ട് സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളെ വിമർശിക്കുകയും സ്റ്റേജ് കയ്യേറുകയും നരനായാട്ട് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമല്ല. അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ തുടക്കത്തിൽ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു, മതത്തെ നിങ്ങൾ പഠിക്കണം, വേദഗ്രന്ഥത്തെ നിങ്ങൾ പഠിക്കണം, ഹക്കിനെ നിങ്ങൾ പഠിക്കണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനുഷ്യരാശിയുടെ മുമ്പിൽ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഗൗരവമായി നിങ്ങൾ പഠിക്കണം. ആരെയും വേദനിപ്പിക്കാൻ ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ വസ്തുതകളെയും സത്യത്തിനു വേണ്ടി ഗൗരവമായി വാദിച്ചിട്ടുണ്ട്. അത് ഇന്ന് മാത്രമല്ല,